ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം മണ്ണുകൊണ്ട് കാത്യായനി വിഗ്രഹം നിർമ്മിച്ച് വ്രജത്തിൽ ഗോപസ്ത്രീകൾ ദേവിയുടെ സാക്ഷാത്കാരം നേടിയതും ഈ ദിവസമാണ്. ഇങ്ങനെയെല്ലാമാണ് തിരുവാതിരയുടെ ഐതിഹ്യം പോകുന്നത്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ത്രീകളും വളരെ പവിത്രമായി കരുതുന്ന ഈ അനുഷ്ഠാനം ദീർഘസുമംഗലിയായിരിക്കാനും മക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. രേവതി മുതൽ തിരുവാതിര വരെയാണ് 7 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ. അശ്വതി നാളിൽ അശ്വമുണരും മുൻപും, ഭരണി നാളിൽ ഭരണി കടയും മുൻപും, കാർത്തികയ്ക്ക് കാക്ക കരയും മുൻപും, രോഹിണി നാളിൽ രോമമുണരും മുൻപും, മകയിരം മക്കൾ ഉണരും മുൻപും കുളിയും അനുഷ്ഠാനവും ജപവും എല്ലാം കഴിയണമെന്നാണ് പഴമക്കാർ ഓർമ്മിപ്പിക്കുന്നത്. തിരുവാതിരക്കളി മാനസിക ഉല്ലാസത്തിനു വേണ്ടി സ്ത്രീകൾ കളിച്ചിരുന്നുവെങ്കിൽ അത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കൂടി ഭാഗമായി 8 കിഴങ്ങുവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എട്ടങ്ങാടി നിവേദ്യവും മകീരം നാളിൽ ഭക്ഷിക്കുന്നത് ഉത്തമമാണ്. ഇന്ന് കാലം മാറി, പ്രകൃതിയുടെ താളവും മാറിയിരിക്കുന്നു. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മങ്ങലേറ്റിരിക്കുന്നു. അതിനനുസൃതമായി തിരുവാതിരയ്ക്കും രൂപമാറ്റം വന്നിട്ടുണ്ട്. ലാസ്യഭംഗിയും ലളിതമായ ആവിഷ്കാരവും തിരുവാതിരയുടെ പ്രത്യേകതയായിരുന്നു. പക്ഷെ ഇന്ന് ശാസ്ത്രീയ നൃത്ത മുദ്രകളും ചടുല താളവും കൊണ്ട് തിരുവാതിരക്കളി കായിക അഭ്യാസമായി മാത്രം മാറുകയാണോ എന്നൊരു സംശയമുണ്ട്. അതിന്റെ മാറ്റു കുറഞ്ഞു എന്നത് സത്യം തന്നെ. പക്ഷേ നമ്മൾക്കാവും വിധം തിരുവാതിരക്കളി അതിന്റെ തനതായ രസത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ആവും വിധം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സാന്ദീപനി സാധനാലയം ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ആധുനിക ജീവിതം സമയക്കുറവ് മൂലം സങ്കീർണതയ്ക്ക് വഴിമാറിയെങ്കിലും തിരുവാതിര കളിക്കാൻ പൂർണ്ണ മനസ്സോടെ ഇവിടെ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. പൈതൃക ജില്ല പാലക്കാടിന്റെ ഈ മനോഹരമായ സുദിനത്തിൽ ഈ പ്രദേശത്തെ ഭംഗിയാക്കാൻ ഇവിടെ തിരുവാതിര മെഗാ തിരുവാതിര സാംസ്കാരിക വേദി സമ്മേളിക്കുകയാണ്. ഔപചാരിക ചടങ്ങുകളിലേക്ക് പ്രവേശിക്കട്ടെ. ആദ്യമായി പ്രാർത്ഥനയ്ക്കായി വേദിക ദിവാകരൻ സാന്ദീപനി സാധനാലയം വിദ്യാർത്ഥിനിയെ ക്ഷണിക്കുന്നു. എന്നുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എന്നുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. നമ്മുടെ വിശിഷ്ട സാന്നിധ്യം സൈൻ ആക്ട്രസായ നിതാ രാധ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദീപപ്രജ്വാലനമാണ് അടുത്തത്. ബഹുമാന്യനായ നമ്മുടെ MP ശ്രീകണ്ഠൻ അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു വിശിഷ്ട സാന്നിധ്യങ്ങളെല്ലാം ചേർന്ന് പൈതൃക ജില്ലാ പാലക്കാടിന് വേണ്ടി ഈ മെഗാ തിരുവാതിര സാംസ്കാരിക വേദിയുടെ ദീപം പ്രോജ്വലിപ്പിക്കണമെന്ന്
ജില്ലാ പാലക്കാട് മെഗാ തിരുവാതിര സാംസ്കാരികോത്സവത്തിന്റെ ദീപപ്രജ്വാലനം. നമസ്കാരം. നമുക്കറിയാം, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ അഞ്ചുമൂർത്തി സാധനാലയം നടത്തുന്ന തിരുവാതിരക്കളി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഇതെല്ലാം ഒരു അന്നം തിന്നു പോകുന്ന ഒരു കലാരൂപമാണ്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയിക്കുക കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം സ്വാഗതം പറയലാണ്. ശ്രദ്ധിച്ചേച്ച് ഇതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയകരമായ MP VK ശ്രീകണ്ഠ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി അധ്യക്ഷ പ്രമീള ചേച്ചി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്ന നമ്മുടെ ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ ദണ്ഡപാണിയേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയങ്കരായ നമ്മുടെ ആക്ടർ നിതാ രാധ അവരുടെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസ അറിയിക്കാനെത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ 2 ദിവസത്തിനുള്ളിൽ ചാർജ് ഏറ്റെടുത്ത അബ്ദുൽ ഖാദർ അവരുടെ ഈ പരിപാടിക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേരുന്ന ബ്ലോക്ക് മെമ്പർ ശ്രീമതി ജയന്തി, വാർഡ് മെമ്പർ ശിവാട്ടൻ, അതുപോലെ പ്രിൻസി അഡ്വക്കേറ്റ് പ്രിൻസി, സുധീഷ് PS, ശ്രീമതി സ്മിജ, ശ്രീനിവാസൻ, അതുപോലെ ഈ ഗ്രൂപ്പിനെല്ലാം അറേഞ്ച് ചെയ്ത നമ്മുടെ ഡാൻസ് ടീച്ചർ ആശ K, അതുപോലെ ഭവിത നൃത്താധ്യാപിക, നമ്മൾ നന്ദി അറിയിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ കൃഷ്ണനേട്ടൻ. എല്ലാത്തിനുപരി ഈ പരിപാടിയെല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ എത്തിച്ച് ഈ കോർഡിനേഷൻ ചെയ്ത നമ്മുടെ ഡോക്ടർ ശ്യാം ചൈതന്യജി, അതുപോലെ അവരുടെ വൈഫ് ശ്രുതി ചേച്ചി ഞാനും എപ്പോഴും തന്നെ ഫൈറ്റിലാണ് വേറെ കാര്യത്തിലും. എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന അമ്മമാർ, സഹോദരന്മാർ, കുട്ടികളെ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി കോർഡിനേഷൻ ചെയ്യാനായി അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആനിക്കോട് സാന്ദീപിനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിൻ്റെയും സാധന മാതൃസമിതിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിക്കുകയാണ്. മലയാളികളുടെ പ്രധാന ഉത്സവമായ തിരുവാതിര കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി സാധന മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മെഗാ തിരുവാതിരക്കളിയും സാംസ്കാരിക സദസ്സും അരങ്ങേറുകയാണ്. ഈ സാംസ്കാരിക വേദിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട ശ്രീ MP ശ്രീ VK ശ്രീകണ്ഠൻ അവരെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ ശ്രീമതി പ്രമീള, സെക്രട്ടറി സാധന മാതൃസമിതി ആനിക്കോട്, വേദിയിലുള്ള ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഖാദർ, ഇവിടെ വിശിഷ്ട അതിഥിയായിട്ടിരിക്കുന്ന ശ്രീമതി നിത രാധ, ബ്ലോക്ക് മെമ്പർ ശ്രീമതി ജയന്തി, പ്രിയപ്പെട്ട മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ M ദണ്ഡപാണി, മലബാർ ദേവസ്വം ബോർഡിൻ്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ, NSSൻ്റെ ഭാരവാഹി കൂടിയായ ശ്രീ ദണ്ഡപാണി,
ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീ ശിവൻ, ശ്രീമതി പ്രിൻസി, സുധീഷ്, ശ്രീമതി സ്മിജ, ശ്രീ ശ്രീനിവാസൻ, ശ്രീമതി ആശ നൃത്ത അധ്യാപിക, ശ്രീമതി ബബിത നൃത്ത അധ്യാപിക, ശ്രീ കൃഷ്ണനുണ്ണി, ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ കുമാരി ദേവിക, ശ്രീ സി എ വിനോദ്, വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികൾ അല്ലേ, സാന്ദീപനി സാധനാലയത്തിൻ്റെ ഭാരവാഹികൾ, അംഗങ്ങൾ, പൈതൃക ജില്ല പാലക്കാടിൻ്റെ കോർഡിനേറ്റർമാർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ മെഗാ തിരുവാതിര പരിപാടിയിൽ നിങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റാണ്. അതുപോലെ സാധന മാതൃസമിതിയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പാലക്കാട് ജില്ല എല്ലാം കൊണ്ടും വലിയ പാരമ്പര്യവും പൈതൃകവും കലാ സാംസ്കാരിക രംഗത്തുള്ള ഒരു ജില്ലയാണ്. നമുക്കറിയാം, ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ വലിയൊരു വേലിയേറ്റമാണ് പാലക്കാടുണ്ടാകുക. ഒരു പക്ഷേ ഇത്രയും സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുന്ന ഇത്രയേറെ ആഘോഷങ്ങൾ കേരളത്തിൽ മറ്റൊരു ജില്ലയിലുണ്ടാകില്ല. അതിന് ജാതിയില്ല, മതമില്ല, പ്രത്യേകമായ വിഭാഗങ്ങളില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിൽ കഴിയുന്ന ഒരു മാതൃകാ നാടാണ് നമ്മുടെ പാലക്കാട്. അങ്ങ് പടിഞ്ഞാറ് മുതൽ ആരംഭിക്കും ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ. ആ ആഘോഷങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള കലകളാണ്, എന്തെല്ലാം സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് നടക്കുകയെന്ന് വെച്ചാൽ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. നമുക്കറിയാം, ഒരു കാർഷിക ജില്ലയായ നമ്മുടെ പാലക്കാട് ഈ കൃഷിയും തിരക്കുമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുടെയും അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെ തന്നെ എല്ലാ വിശേഷങ്ങളും ഒരു 2-3 മാസം ചുരുങ്ങിയതും ഉണ്ടാകും. ഓരോരോ പേരാണ് ഓരോന്ന്. പടിഞ്ഞാറ് ഭാഗത്ത് പൂരവും അതുപോലെ നേർച്ചയൊക്കെ ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പലതരം പേരിലാണ് അറിയപ്പെടുക. പിന്നെ അത് വേലയാകും, കുമ്മാട്ടിയാകും, എന്തെല്ലാമാണ്, കൊങ്ങമ്പടയാകും അല്ലേ. മുണ്ടൂരിൽ ചെന്നാൽ കുമ്മാട്ടി, അവിടെ ചിറ്റൂരിൽ പോയാൽ കൊങ്ങമ്പട, നെന്മാറിൽ മണപ്പുള്ളിക്കാവിലും വേല, അങ്ങനെ വ്യത്യസ്തമായ ഏറ്റവും അവസാനം പല്ലശനയിലൊരു തല്ലുണ്ട് അല്ലേ സോമേട്ട. പല്ലശന തല്ലെന്ന് വെച്ചാൽ മനഃപൂർവ്വം തല്ലുകൂടെയല്ല, അതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ പല്ലശനയത്തെ തല്ല് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അടിക്കണ ശബ്ദം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷെ അധികം വേദനിക്കില്ലെന്നാണ് പറയുന്നത്. അടി കൊണ്ടാലേ അറിയുള്ളൂ വേദനിക്കുമല്ലേ. അപ്പം അതുപോലെ തിരുവാതിരക്കളിയാണെങ്കിലും മറ്റെല്ലാം നമുക്കറിയാം, ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക കളിത്തൊട്ടിലായിട്ടാണ് പാലക്കാട് അറിയപ്പെടുന്നത്. ഇവിടെ സ്വാഗത പ്രാസംഗികം പറഞ്ഞതിനോട് ചെറിയൊരു വിയോജിപ്പ്. അന്യം നിന്ന് പോയാലും തിരുവാതിരക്കളി ഒരിക്കലും അന്യം നിന്ന് പോവില്ല. എല്ലായിടത്തും ഇപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ തിരുവാതിരക്കളിയും പ്രധാനപ്പെട്ട പരിപാടിയിലെല്ലാം ഒരു കലാപരിപാടി തിരുവാതിരക്കളിയാണ്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ കൂട്ടായ്മ ശക്തിയായിട്ട് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ മിക്കവാറും എല്ലായിടത്തും സ്ത്രീകളുടെ കലാപരിപാടികൾ ഉണ്ടാകും. അതിൽ തിരുവാതിരക്കളി ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു തിരുവാതിരക്കളി. ലോകം മുഴുവൻ, ഞാൻ വിദേശത്ത് ബഹ്റൈനിൽ പോയപ്പോൾ, ഖത്തറിൽ പോയപ്പോൾ ഒക്കെ തിരുവാതിരക്കളിയാണ്. ആ തിരുവാതിരക്കളി 1-2 പേരല്ല, നിങ്ങൾക്കറിയാം, മെഗാ തിരുവാതിരക്കളിക്കാണ് ഇപ്പോൾ ജനപ്രിയമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആഘോഷമായി മാറുന്നത്. അപ്പം നിങ്ങളും ഇവിടെ നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കണം. ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ ഭാഗമായി അത് പള്ളിയിൽ നടക്കുന്ന പെരുന്നാളാണെങ്കിലും നേർച്ചയാണെങ്കിലും നമുക്ക് നോക്കിയിട്ടുണ്ടോ, പ്രത്യേക വിഭാഗങ്ങളല്ല, എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ്. അപ്പോൾ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരവസ്ഥ മാനസികമായിട്ടുണ്ടാവും.
വലിയ സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. പക്ഷെ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അതിലേറെ ആനന്ദവും സന്തോഷവും പകരും. അപ്പോൾ നന്മയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ്, സ്നേഹമുള്ള കൂട്ടായ്മയായിട്ടാണ് ഈ എല്ലാ ആഘോഷങ്ങളും. ഇതെല്ലാം നമ്മൾ കാണുന്നതിന് കണ്ണിന് കുളിർമ കിട്ടാൻ വേണ്ടിയല്ല. മനോഹരമായിട്ടുള്ള യൂണിഫോമാണ് ഇന്നത്തെ യൂണിഫോം. നിങ്ങളെല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ധരിക്കുമ്പോൾ തന്നെ കാണാൻ എന്തൊരു ഇമ്പമാണുള്ളത് അല്ലേ? ഇനി കേൾക്കാനുള്ള പാട്ടും അതിനോടൊപ്പം കാണാനുള്ള ഡാൻസും കൂടെ ആകുമ്പോൾ മനസ്സ് നിറയുകയാണ്. സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ഊട്ടി ഉറപ്പിക്കുന്നതാണ് എല്ലാ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും. മനുഷ്യന്റെ നന്മയാണ് പ്രകടമാകുന്നത്. മനുഷ്യനാണ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കഴിയുക. അതുപോലെ സ്നേഹം വിളമ്പാനും സൗഹൃദത്തോടുകൂടി കഴിയാനും കഴിയുക ആർക്കാ? മനുഷ്യനാണ്. അപ്പൊ ഓരോ പരിപാടിയും ഇതുപോലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനുഷ്യത്വം വർദ്ധിക്കുകയാണ്. എല്ലാവരും ജനിക്കുന്നത് മനുഷ്യന്മാരായിട്ടാണ്. എന്താ പത്ര പ്രത്യേകത? പക്ഷെ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് ജനിച്ചതുകൊണ്ട് മാത്രം മനുഷ്യത്വം ഉണ്ടാകുന്നില്ല. മറ്റുള്ളവരെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാനും കരുണയോടുകൂടി ആർദ്രതയോടുകൂടി സഹാനുഭൂതിയോടുകൂടി അവരെല്ലാം ചേർത്ത് പിടിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളും ആത്യന്തികമായിട്ട് മനസ്സിന് സന്തോഷം പകരുന്നതാണ്. അപ്പൊ ആ സന്തോഷവും സ്നേഹവും സൗഹൃദവും പങ്കിട്ടാണ് മലയാളികൾ ലോക പ്രസിദ്ധമായ ഒരുപാട് വേദികൾ പങ്കിടുന്നത്. എവിടെയൊക്കെ മലയാളികളുണ്ടോ, ഓണാഘോഷമാണെങ്കിലും ക്രിസ്മസ് ആഘോഷമാണെങ്കിലും ന്യൂ ഇയർ ആഘോഷമാണെങ്കിലും ഇനി നേർച്ച ആഘോഷമാണെങ്കിലും എല്ലായിടത്തും സൗഹൃദമാണ്. നമുക്കറിയാം, നോമ്പ് കാലത്ത് റംസാൻ മാസം കാലത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ മലയാളികൾ നോമ്പ് നോറ്റ് അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ. നമ്മുടെ നാട്ടിലാണെങ്കിലും ശബരിമല സീസണാണ്. അയ്യപ്പ ഭക്തന്മാരിങ്ങനെ നിരനിരയായിട്ട് പോവുകയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരികയാണ്. അവിടെ ശബരിമലയിൽ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു പുണ്യങ്ങളും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഭക്തിയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? ഏത് മതവും ഏത് ജാതിയും എല്ലാവരും ആഗ്രഹിക്കുന്നത് മനുഷ്യന് നന്ദി ഉണ്ടാകണമെന്നാണ്. അപ്പൊ ആ സ്നേഹം വിളമ്പി ഈ സാംസ്കാരിക പ്രവർത്തനം പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ വലിയ പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കേവലം ഒരു കലയായിട്ടോ ഒരു ഡാൻസായോ ഒരു പാട്ടായോ അല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതാണ് പാലക്കാടിന്റെ പൈതൃകം എന്ന് പറയുന്നത്. വളരെ സത്യസന്ധരായ ആളുകൾ, മണ്ണിനോട് ഇടപഴകുന്നവരാണ് കർഷകർ. ആ കർഷകർക്ക് നന്മ കൂടുന്നതാണ്, സ്നേഹം കൂടുന്നതാണ് പൊതുവെ. അതുകൊണ്ടാണ് പാലക്കാട് ഇത്രയും സത്യസന്ധരായ ആളുകൾ, വളരെ ആത്മാർത്ഥമുള്ള ആളുകൾ. മറ്റു ജില്ലയിൽ ആരെങ്കിലും വരുന്നെങ്കിൽ എന്നോട് പണിതരുത്. പ്രത്യേകിച്ച് താങ്കളോട് തൃശ്ശൂർക്കാർക്ക് നല്ല സ്നേഹമുള്ള ആളുകളാണ്, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ടേ. അപ്പൊ പാലക്കാടുകാരെ പോലെ തന്നെ തൃശ്ശൂർക്കാർ, കാരണം വിശിഷ്ടാതിഥി തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ പൊതുവെ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമുള്ള ആളുകളാണ്. ആ സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കാൻ ഈ ഒരു മെഗാ തിരുവാതിര നമുക്ക് പലയിടത്തുനിന്നും വന്നവരുണ്ടാവും, ഇവിടുത്തുകാർ മാത്രമല്ല, എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ള കാണാനുള്ള ഭംഗി ആസ്വദിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആത്തൂരിലെ ജനങ്ങൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ പൈതൃക ജില്ലയുടെ പാരമ്പര്യം നിലനിർത്താൻ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഈ കൂട്ടായ്മയ്ക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ച മുഴുവൻ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദിയുണ്ട് സാർ. ദർശനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി ഒരു വർഷത്തോളം കാലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗൃഹങ്ങളിലും അദ്വൈതത്തിന്റെ മാനവികതയുടെ സന്തതികളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഉദ്ഘാടകനായ പ്രിയപ്പെട്ട MP ശ്രീകണ്ഠൻ അവർക്ക് ഒരു ശങ്കരാചാര്യ വിഗ്രഹം കൈമാറിക്കൊണ്ട് ഇന്നത്തെ ഈ വേദി നമുക്ക് പൂർണ്ണമാക്കാം. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ MP ശ്രീകണ്ഠൻ അവർക്ക് കൈമാറുകയാണ്. ശങ്കരമന്ത്രം ഏറ്റുവാങ്ങിക്കൊണ്ട്
ഏറ്റുചൊല്ലിക്കൊണ്ട് നമുക്ക് ആ ചടങ്ങ് നിർവഹിക്കാം. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. നമ്മുടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷമിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥിയെ അനുമോദിക്കുവാനായി ബഹുമാന്യനായ MP ശ്രീകണ്ഠൻ അവരെ ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് നമ്മുടെ വിശിഷ്ട സാന്നിധ്യത്തെ അനുമോദിക്കാം. അനുമോദനത്തിന്റെ പൂച്ചെണ്ടകൾക്കൊപ്പം നല്ലൊരു കയ്യടി സമ്മാനിക്കാം. MP തന്നെയാണ് അത് നിർവഹിക്കുന്നത്. ആദരവ് ഏറ്റുവാങ്ങുവാനായി മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ അബ്ദുൽ ഖാദർ അവരെ ക്ഷണിക്കുന്നു. കയ്യടിയോടുകൂടി നമുക്ക് എല്ലാവരെയും അനുമോദിക്കാം, ആദരിക്കാം. ബ്ലോക്ക് മെമ്പറായ ശ്രീമതി ജയന്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ബഹുമാന്യനായ MP തന്നെ സാംസ്കാരികോത്സവത്തിന്റെ വേദിയിൽ ആദരിക്കപ്പെടുന്നു. ശ്രീമതി ജയന്തി ബ്ലോക്ക് മെമ്പർ, നല്ലൊരു കയ്യടി കൊടുക്കൂ. ഒന്നാം വാർഡ് മെച്ചുകൊണ്ട് ഈ വേദി പൂർണ്ണമാക്കാം. രണ്ടാം വാർഡ് മെമ്പറായ അഡ്വക്കേറ്റ് ശ്രീമതി പ്രിൻസി അവർ പ്രേക്ഷകർക്കിടയിൽ നിന്നും കയ്യടി പോരാ. അനുമോദനത്തിനും ആദരവിനും പിശുക്ക് കാണിക്കരുത്. മൂന്നാം വാർഡ് മെമ്പർ ശ്രീമാൻ സുധീഷ് PS ഇവിടെ എത്തിച്ച് ആദരിക്കാം. നല്ലൊരു കയ്യടി കൊടുക്കൂ. നാലാം വാർഡ് മെമ്പറായ ശ്രീമതി സ്മിജ C ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ അവരെയും അനുമോദിക്കുന്നു. അഞ്ചാം വാർഡ് മെമ്പറായ ശ്രീമാൻ ശ്രീനിവാസൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരിക്കുന്നു. നൃത്ത അധ്യാപികയായ ശ്രീമതി ആശ അധ്യാപിക കൂടിയായ ശ്രീമതി ആശ ടീച്ചറെ ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. ഒരുപാട് പേരെ തിരുവാതിരയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ച് ഇതിന്റെ മനോഹരമായ നടത്തിപ്പിനെ സഹായിക്കുന്നു.